79ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ പങ്കിനെ കുറിച്ചാണ്. ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിന്ന് ഊർജം പകരുന്നത്. കഴിഞ്ഞുപോയ കാലങ്ങളിലുണ്ടായ പോസിറ്റീവായ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് നമ്മൾ വർത്തമാനകാലത്തിലേക്കും ഭാവി കാലത്തും ആവശ്യമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് മുസ്ലിങ്ങൾക്കാണ്. 1757 നമ്മുടെ കൽക്കത്തയിൽ നടന്ന അല്ലെങ്കിൽ പ്ലാസിയിൽ നടന്ന യുദ്ധത്തോടു കൂടിയാണ് അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതാവായ ഭരണാധികാരിയായിരുന്ന ടൈലൂസിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധം. ആ യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സ്ഥാനമുറക്കുന്നത്. അന്നാണ് ഇന്ത്യ ആ ഭാഗത്ത് ഇന്ത്യ ഭരിച്ചതെന്ന് നിങ്ങൾക്കറിയാം. സിറാജുദ്ദൗല. അപ്പോൾ സിറാജുദ്ദൗലയുടെ പരാജയപ്പെടുത്തി സിറാജുദ്ദൗലയുടെ വിശ്വസ്തനായ സൈന്യാധിപനെ വശീകരിച്ച് ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം നേടിയത്. അതുവരെ 800ഓളം വർഷം ഇന്ത്യ ഭരിച്ചത് മുസ്ലിമാണ്. ആ മുസ്ലിം ഭരണമാണ് പിന്നീട് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടത് മുസ്ലിങ്ങളാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും പറയുന്നത് 1857 നടന്ന ഒരു ശിപായി ലഹള എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ യഥാർത്ഥത്തിൽ നിന്നുള്ള ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1780കളിൽ തന്നെ ഹൈദരലിയും അതുപോലെ ടിപ്പു സുൽത്താനുമാണ് യഥാർത്ഥത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യ സമരങ്ങളിൽ സ്വാതന്ത്ര്യം നേടുന്നതിന് വലിയ പങ്ക് മുസ്ലിം നിർവഹിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ഈ ശിപായി ലഹള എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് 200-ലധികം മുസ്ലിം സ്ത്രീകൾ തന്നെ അതിൽ പങ്കെടുക്കുകയും പല ആളുകളും ജീവനോടെ ചിത്രീകരിക്കപ്പെട്ട സ്ത്രീകൾ പോലും മുസ്ലിം സ്ത്രീകൾ പോലും ഉണ്ടായിരുന്നു. അതേപോലെ തൂക്കിലേക്കപ്പെട്ട മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ആ നിലയ്ക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്ത് സംഭവിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യം മുസ്ലിങ്ങളുടെ ഭരണമാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ നഷ്ടപ്പെട്ടത് മുസ്ലിങ്ങളുടെ ഭരണമാണ്. അതിന് മുമ്പ് 800 വർഷവും ഇവിടെ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുള്ള നഷ്ടം സംഭവിച്ചത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പല ഇവിടെ വിശദമായി അത് ചർച്ച ചെയ്യും. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യത്തിൽ പറയാവുന്ന ഇന്ത്യ ഒരു ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളുടെ രാജ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് സത്യത്തിൽ ഇന്ത്യയുടെ നിയമങ്ങളൊക്കെ ഉള്ളത്. നമ്മളിവിടെ ഭരിക്കുന്നത് മുസ്ലിങ്ങളുമായി അത്ര സ്വാരസ്യത്തിലല്ലെങ്കിലും ഇന്ത്യ നിലനിൽക്കുന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക നിയമങ്ങളാണ്. ഇസ്ലാമിക നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ, ഈ ബ്രിട്ടീഷുകാർ വരുന്നത് വരെ ഭരിച്ചത് ഇന്ത്യക്കാരായി മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട്. ഓരോ കാലത്ത് വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ച്, ട്രഡീഷനും കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചാണ് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത്. അപ്പൊ ഇന്ത്യയിലും അവർ വരുമ്പോൾ നല്ല വ്യവസ്ഥാപിതമായ സംവിധാനമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ അവർ എന്താണ് ഇവിടെ നിയമവ്യവസ്ഥ എന്നതിനെക്കുറിച്ച് അവർ പഠനം നടത്തുക. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ലോർഡ് ഹാമിൽട്ടന്റെ നേതൃത്വത്തിൽ, ഹാമിൽട്ടൺ പ്രഭുവിന്റെ നേതൃത്വത്തിൽ മന്ത്രാലയം തന്നെ ഉണ്ടാക്കിയിട്ട് വിവിധ കാര്യങ്ങൾ പഠിക്കുകയും ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അൽ ഹിദായ എന്നുള്ള ഹനഫി മദ്ഹബിലുള്ള അൽ ഹിദായ എന്നുള്ള ഫിഖ് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ് ഇന്ത്യയിൽ നിലവിൽ നിന്ന് അവർ മനസ്സിലാക്കുകയും അത് അവർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ നിയമങ്ങൾ അൽ ഹിദായ എന്നുള്ള ഫിഖ് നിയമങ്ങൾ വെച്ചിട്ടാണ് അവർ വെച്ചത്. അതിന് കുറച്ചുകൂടി ബലം നൽകാൻ വേണ്ടി ഫത്താവ ആലംഗീരിയും നീൽ ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ട് ഈ ഫത്താവ ഔറംഗസീബിന്റെ നേതൃത്വ കാലത്തുണ്ടായിരുന്ന അതുവരെ ഉണ്ടായിരുന്ന ഫത്വകളെല്ലാം
പക്ഷെ എല്ലാം ഇസ്ലാമിക ഫത്വകളാണ്. ആ ഫത്വകളെല്ലാം ക്രോഡീകരിച്ച് അതും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് ഇത് രണ്ടും കൂടി വെച്ചിട്ടാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു IPC എഴുതിയത്. അന്നത്തെ ഇന്ത്യൻ പീനൽ കോഡ് എഴുതിയത്. ഇപ്പോൾ ഈ പേരൊക്കെ മാറ്റി. ആ നിയമങ്ങളാണ് ഇപ്പൊ ഇതുവരെയും യഥാർത്ഥത്തിൽ നമ്മുടെ പേഴ്സണൽ ലോ മാത്രമല്ല, നമ്മുടെ ക്രിമിനൽ നിയമങ്ങളും നമ്മുടെ സിവിൽ നിയമങ്ങൾ അടക്കം ഉണ്ടായിരുന്നത് ഈ മുസ്ലിം ഗ്രന്ഥങ്ങളിൽ നിന്നും ഫത്വകളിൽ നിന്നുമുള്ള തത്വങ്ങളായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കോടതിയും ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറബി പേരുകൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ വക്കീലാണെങ്കിലും അതേപോലെ തന്നെ മുനിസിപ്പൽ കോർട്ടുകളാണെങ്കിലും അതുമായി കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് അറബി പേരുകളും അറബി പദാവലികളുമാണ്. ഏറ്റവും ചുരുങ്ങിയ ഒരു കേസ് വന്നാൽ അതിനാദ്യം പറയൽ മഹസർ തയ്യാറാക്കിയെന്നാ പറയും. അപ്പോൾ ആ മഹലർ എന്നുള്ള അറബി വാക്കാണ്. അതിൻ്റെ ആ ഫസ്റ്റ് പ്രൈമറി ആയിട്ടുള്ള ആ സിറ്റുവേഷൻ വിശദീകരിക്കുക, അത് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് അത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഏത് കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ അതാണ്. പക്ഷെ ശിക്ഷാവിധികളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കൊന്നവനെ കൊല്ലുക, കട്ടവന്റെ കൈ മുറിക്കുക എന്നുള്ള ആ ക്രിമിനലിൽ നിന്നുള്ള ശിക്ഷാ നിയമങ്ങളൊക്കെ മാറ്റിയെന്നല്ലാതെ നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ഭാഷ തയ്യാറാക്കുന്നതും കോടതിയിൽ വരുന്നതും സാക്ഷികളെ വിസ്തരിക്കുന്നതും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതും എല്ലാം ഇസ്ലാമികമായ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാവുന്നത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചരിത്രം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഇവിടെ ഏറെക്കുറെ 800ഓളം വർഷം ഇന്ത്യ ഭരിച്ചത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിം സ്വാധീനം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത്. ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാനാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാരും അതുപോലെ ബന്ധപ്പെട്ട നമ്മുടെ മഹാന്മാരായ അബുൽ കലാം ആസാദിനെ പോലെയുള്ള, അതുപോലെ മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള, അതുപോലെ ഷൗക്കത്ത് അലിയെ പോലെയുള്ള, മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മയും ഭാര്യയും അതുപോലെ ഉമ്മയും അടക്കം ഒരുപാട് നിരവധി ആളുകളെ പേരുകൾ നമുക്ക് അതിലേക്ക് അടിസ്ഥാനം ഉദ്ധരിക്കാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാന തലത്തിൽ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അവരുടെ സംഭാവനകളെല്ലാം കൂടി ഉണ്ടാക്കി തീർത്തിട്ടുള്ള നേടിയെടുത്തുള്ള ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് അത് നിലനിർത്തുകയും അത് വികസിപ്പിച്ചെടുക്കുകയും അത് പൂർണ്ണത്തിൽ വളർത്തിക്കൊണ്ട് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ നേരിട്ട് പറയുന്നില്ല, മുഖ്യ പ്രഭാഷണം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമുക്ക് ഭരണഘടനയും അതുപോലെ നമ്മുടെ കീഴ്വഴക്കങ്ങളും ഒക്കെ നമുക്ക് കുറെ ആനുകൂല്യങ്ങൾ നൽകുന്നു. ഈ ആനുകൂല്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുന്നിടത്തും പ്രാക്ടിക്കലാക്കുന്നത് അപക്വമായ നിലപാട് നമ്മൾ സ്വീകരിക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഏതൊരു നിമിഷത്തിലും ഇത്തരം സ്വാതന്ത്ര്യങ്ങളും ഭരണഘടനാ അവകാശങ്ങളും ഒരിക്കലും എഴുന്നേറ്റ് നിന്ന് ഇന്ത്യന്റെ ഇന്നത്തെ ഭരണാധികാര സംവിധാനം എഴുന്നേറ്റ് അതെല്ലാം ക്യാൻസൽ ചെയ്യാനും പിൻവലിക്കാനുമുള്ള സാഹചര്യം നാട്ടിലുണ്ട്. ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഭരണഘടനാപരമായ അവകാശങ്ങളെയും അതുപോലെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ കീഴ്വഴക്കങ്ങളെയും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നിലയ്ക്ക് ഒരു ബഹുമത സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഉത്തരവാദിത്വവും നമ്മുടെ ബോധവും നമുക്കുണ്ടായി അത് നമ്മളെ മറ്റുള്ളവർക്ക് കൂടി അംഗീകരിക്കുന്ന തരത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ പൗരത്വ നിയമങ്ങൾ വന്നപ്പോഴും അതുപോലെ മറ്റു പല നിയമങ്ങൾ വന്നപ്പോഴും അതിനുവേണ്ടി സമരം ചെയ്ത് എത്രയോ അമുസ്ലിം സഹോദരന്മാർ ഇന്നും ജയിലുകളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള മതേതര ചിന്താഗതിയുള്ള ആളുകളെ കൂടി അപ്പുറത്തേക്ക് നിർത്തുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് മാറി നിന്ന് ഇതിലെല്ലാം ഈ ബഹുസ്വര സമൂഹത്തിലെല്ലാം മാറി നിന്ന് മുസ്ലിം ഒരു പ്രത്യേക ബ്ലോക്കായി ആരുമായി സമ്പർക്കമില്ലാതെ സഹകരണമില്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കണം. പൊതുവിദ്യാലയങ്ങളിൽ പോലും പോയി പഠിക്കാൻ പാടില്ല, അത് നമ്മൾ വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുന്ന വളരെ ന്യൂനപക്ഷമായ ആളുകൾ ആ നിലയ്ക്ക് ചിന്തിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വംശീയമായി നമ്മളെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ബാധ്യതയിൽ നമ്മൾ ഇതര സമൂഹവുമായി താതാത്മ്യം പ്രാപിക്കണമെന്നല്ല, അവരുമായി നമുക്ക് ഒത്തുപോകാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഭയപ്പാടിന്റെയോ ഭാഗമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ തന്നെ അത്തരമൊരു മാർഗദർശനവും ഗൈഡൻസുമാണ്, ഒരു മാർഗരേഖയും പെരുമാറ്റ ചട്ടവുമാണ് നമുക്ക് നൽകുന്നത്. ആ ചട്ടവും പെരുമാറ്റ രീതിയും നമ്മൾ ഇസ്ലാമികമായ സോഴ്സുകളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഓൺലൈനുകളിലൂടെയും അതുപോലെ വാട്സാപ്പിലൂടെയും അതേപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ ദീൻ പഠിക്കുമ്പോൾ ഇതാക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ടാണ് ദീനിനെ അതിന്റെ സ്രോതസ്സിൽ നിന്ന്, മെയിൻ സോഴ്സിൽ നിന്ന് പഠിക്കണം, ഖുർആനും സുന്നത്തിൽ നിന്ന് പഠിക്കണം എന്ന് നമ്മൾ പറയാൻ കാരണം അതാണ്. അത്തരത്തിൽ അവസരം ലഭിച്ച ആൾക്കാരാണ് എന്റെ നിങ്ങളൊക്കെ.
അതുകൊണ്ട് ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞു, എന്ത് മനസ്സിലാക്കി അതിൽ നിന്ന് വരണം. നമ്മളിപ്പോൾ നമ്മുടെ ബാധ്യത കൂടുതലാണ്. ഇപ്പൊ ഒരിക്കലേ മഹാനായ CH ലീഗിൽ അനുയായികൾ ചോദിച്ചു പോലും, നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായി എന്നിട്ട് പോലും മുസ്ലിം സമൂഹം എന്തുകൊണ്ട് ഇത്തരം അവഗണന നേരിടുന്നു എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു പോലും, അത് CH പറഞ്ഞു പോലും, ഞാൻ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും മുസ്ലിങ്ങളായാലും ഒരു പുരോഗതിയും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ ഇവിടുത്തെ ഉദ്യോഗ വൃന്ദവും അവർ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഈ 2 പോയിന്റ് നമ്മൾ കാര്യമായി മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും സിവിൽ സർവീസിലോ അല്ലെങ്കിൽ IPS-ലോ IAS-ലോ ഒക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി എത്തിപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഒരുപാട് മറ്റ് മേഖലകളുണ്ട്. അതുപോലെ വക്കീലന്മാരുണ്ടാകണം. അങ്ങനെ അവർ ഒരു 25 വയസ്സായി പറഞ്ഞാൽ LLB കഴിഞ്ഞ ആളുകൾക്ക് പരീക്ഷ എഴുതി മജിസ്ട്രേറ്റിന്റെ ഭാഗമായി മാറുന്ന അവസരം നമ്മുടെ ഭാഗത്തുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വക്കീൽ നിയമം പഠിച്ച് മജിസ്ട്രേറ്റിന്റെ ഭാഗമാകാം. നിങ്ങൾ എന്തൊരു പ്രസ്താവന ഇറക്കിയാൽ അത് രാജ്യത്തെ നിയമത്തിന്റെ ഭാഗമായി മാറും. അതേപോലെ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്യണമെങ്കിൽ ഔദ്യോഗിക തലത്തിൽ നമ്മൾ കയറിക്കൂടണം. ഈ 2 കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമായ നിങ്ങൾ ആ നിലയ്ക്ക് ചിന്തിക്കുകയും മാറാനും നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളായ നിങ്ങളുടെ മുമ്പിലുള്ളത്. ആ ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റണം. അത് നിങ്ങൾ മനസ്സിലാക്കി നിറവേറ്റണമെന്നാണ് എനിക്ക് ഈ സമയം വളരെ വിനയത്തോടും വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നീട്ടി പറയുന്നില്ല, മുഖ്യ പ്രഭാഷണം എടുത്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹു തഹവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.